ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സമർപ്പിക്കപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, CS സുധ എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണ പുരോഗതി സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ മൊഴി നൽകിയവർക്ക് ഭീഷണി സന്ദേശം ലഭിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാൻ ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരം സർക്കാർ നോഡൽ ഓഫീസറെയും നിയോഗിച്ചിരുന്നു. അപ്പോൾ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കുറേയധികം ഹർജികൾ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. നമുക്ക് നോക്കാം ഏതൊക്കെ തരത്തിലുള്ള ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നതെന്ന്. സർക്കാർ സ്വീകരിച്ച നടപടികൾ നേരത്തെ തന്നെ കോടതിയിൽ ധരിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിന്റെ തുടർ സംഭവങ്ങൾ എങ്ങനെയായിരുന്നു എന്ന കാര്യവും ഒരുപക്ഷെ ഇന്ന് അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി നമുക്ക് ഉമേഷിനോട് ചോദിച്ചറിയാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഉമേഷ്, ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരുപാട് ചർച്ചകൾ, വിവാദങ്ങളൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. അതുമായി ബന്ധപ്പെട്ട കേസുകൾ സുപ്രീം കോടതി വരെ കയറി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. ഇതിനിടയിലാണ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച കുറേ അധികം ഹർജികൾ ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. പ്രധാനമായും ഇതൊക്കെ ഏത് ഹർജികളൊക്കെയാണ് വരുന്നത്? നേരത്തെ തന്നെ സർക്കാർ ഹേമ കമ്മിറ്റിയും അതിന്റെ തുടർച്ചയിൽ വന്ന പ്രത്യേക അന്വേഷണ സംഘം അങ്ങനെ സമഗ്രമായ കാര്യങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതുമാണ് കോടതിയിൽ. ഇന്നിപ്പോൾ സർക്കാർ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ബാക്കി അറിയാൻ കഴിയുക? മനു, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് പലതരത്തിലുള്ള ഹർജികൾ ഹൈക്കോടതിയിൽ എത്തുകയുണ്ടായി. അതിൽ പല ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചത്. ഒരു കൂട്ടർ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം പുറത്തുവിടരുത്, ഇത് സ്വകാര്യതയുടെ ലംഘനമുണ്ട്, പലരെയും ബാധിക്കുന്നതാണ് എന്നൊരാവശ്യം വരുന്നു. മറ്റൊരാവശ്യം, ഈ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ശക്തമായ ക്രിമിനൽ നടപടിയുമായി മുന്നോട്ട് പോകണം. മറ്റൊരു ഹർജി, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ രൂപീകരിക്കപ്പെടണം. ഇങ്ങനെ വിവിധ ഹർജികൾ വന്ന പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ മാത്രം പരിഗണിക്കുന്നതിനായി ഒരു പ്രത്യേക ബെഞ്ചിന് ഹൈക്കോടതി രൂപം നൽകിയത്. ഒരു വനിതാ ജഡ്ജി ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാകണമെന്നാണ് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് CS സുധയും ഈ രണ്ടുപേരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ഹർജികളെല്ലാം ഒരുമിച്ച് കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിനു മുൻപ് ഓരോ ആഴ്ചയും ഹർജികൾ പരിഗണിച്ചു വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചു പോന്നിട്ടുമുണ്ട്. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട പുരോഗതി അറിയിച്ചിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനമായി ഇതുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ലഭിച്ച മൊഴികളും പരാതികളുടെയും അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ അന്വേഷിക്കാനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. അക്കാര്യം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ തുടർ നടപടികൾ എങ്ങനെയാണ് എന്നറിയിച്ചിട്ടുണ്ട്. ഈ WCC ഉന്നയിക്കുന്ന ആവശ്യം പ്രത്യേക നിയമം വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കാനായി ഒരു അമിക്കസ് ക്യൂറിയെ കോടതി നിയോഗിച്ചിരുന്നു. അമിക്കസ് ക്യൂറിയോട് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിച്ചപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തു, അതിൻ്റെ പുരോഗതി എന്താണ് എന്ന വിശദാംശം കോടതിയെ അറിയിക്കുകയുണ്ടായി. 32 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തത്. അതിൽ 11 കേസുകൾ ഒറ്റ അതിജീവിതയുടെ മാത്രം മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇതിൽ 11 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 4 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യാൻ ഉള്ള നടപടികൾ പുരോഗമിക്കുന്നു. അത് DGPയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അറിയിച്ചു. ഒപ്പം തുടർ നടപടികൾ, അതായത് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരെ പലർക്കും മുൻകൂർ ജാമ്യമൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അവരുടെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തുന്ന നടപടികൾ ഉണ്ടായി എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അതിൽ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നു എന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ WCC സമർപ്പിച്ച ഹർജിയിൽ നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കക്ഷി ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കോടതിക്ക് മുമ്പാകെ വരും. ഇതിനിടയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അവർ കോടതി അറിയിച്ചത് ഈ ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങളെ പുറത്താക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നു, കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ കോടതിക്ക് മുമ്പാകെ ബോധിപ്പിക്കുന്നു. അതിൽ എതിർകക്ഷികളോട് കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു മറുപടി ഉണ്ടാകും. അങ്ങനെ തുടർച്ചയായ ഓരോ നടപടികൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചാണ് കോടതിക്ക് മുമ്പാകെ വരിക. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ കക്ഷി ചേർന്ന പശ്ചാത്തലത്തിൽ അവർക്ക് പറയാനുള്ളത് ഒരു പക്ഷേ കോടതി കേട്ടേക്കാം. മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ പരാതിയിൽ എതിർകക്ഷികൾക്ക് പറയാനുള്ളത് കേട്ടേക്കാം. ഇന്ന് ഈ കൂടുതൽ നടപടികൾ, അതായത് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കൂടുതൽ നടപടികൾ എന്തെങ്കിലും ഉണ്ടായോ, കൂടുതൽ കേസുകൾ പുതുതായി രജിസ്റ്റർ ചെയ്തോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ കോടതിക്ക് മുമ്പാകെ ഇന്ന് വന്നേക്കാം. അത്തരത്തിലുള്ള പ്രക്രിയകൾ, വിവിധ ഹർജികളിലെ വാദം കേൾക്കൽ തന്നെയായിരിക്കും ഇന്ന് കോടതിയിൽ തുടരുക. മനു, ശരി. അപ്പോൾ ഇന്ന് സിനിമാ ലോകത്തിന്റെ എല്ലാ കണ്ണുകളും ഒരർത്ഥത്തിൽ ഹൈക്കോടതിയിലേക്കാണല്ലേ? കാരണം ഒരുപാട് ഹർജികളാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഉമേഷേ,
അതെ, തീർച്ചയായും. കാരണം ഇനി കൂടുതൽ കേസുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മാത്രമല്ല ഇതിൽ തുടർ നടപടികൾ ഇനി എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നു, ഈ WCC അവർ ഉന്നയിച്ച ഹർജിയിൽ സർക്കാർ കൂടുതൽ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സിനിമ കോൺക്ലേവ് നടത്തുന്ന കാര്യമൊക്കെ ഇതിനു മുൻപ് സർക്കാർ കോടതിയെ അറിയിച്ചതാണ്. ഈ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ കക്ഷി ചേർന്ന സാഹചര്യത്തിൽ അവർ ഇനി എന്താണ് കോടതിയോട് പറയാൻ പോകുന്നത്, WCC ഇന്ന് എന്തെങ്കിലും ഉന്നയിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം സിനിമാ ലോകത്തിനെ സംബന്ധിച്ച് വളരെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വളരെ ആകാംക്ഷയോടെ തന്നെയാണ് അവർ ഉറ്റുനോക്കുന്നത്. ഇത് പ്രത്യേക ബെഞ്ചാണ് പരിഗണിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഒന്നാമത്തെ കേസായി തന്നെയാണ് ഇത് പരിഗണിക്കുക. അതുകൊണ്ട് രാവിലെ 10:15 മുതൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. മനു. ശരി ഉമേഷ്, ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട കുറേ ഹർജികളാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരാൻ പോകുന്ന ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് മലയാള സിനിമാ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഈ ഹർജികൾ പരിഗണിക്കുന്ന ഹൈക്കോടതിയിലേക്ക് തന്നെയായിരിക്കും. കുറേ നാളുകളായി മലയാള സിനിമാ ലോകം ഈ ഹേമ കമ്മിറ്റിയിലെ ചുറ്റും കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഏതായാലും ഇന്ന് കോടതി എന്തൊക്കെ പറയുമെന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം.